കൊല്ലം പുനലൂർ വെട്ടിത്തിട്ടയിൽ KSRTC ബസ്സും മിനി ഫ്രീസർ വാനും കൂട്ടിയിടിച്ച് അപകടം. 12ഓളം പേർക്കാണ് പരിക്കേറ്റത്. ചില പ്രതികരണങ്ങൾ അവിടെ നിന്ന് ലഭ്യമായിട്ടുണ്ട്. മഴയായിരുന്നു, ലോറി റോങ് സൈഡായിരുന്നു. പക്ഷെ എനിക്ക് വെട്ടിക്കാൻ പറ്റില്ല. വെട്ടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം കുറെ കടയുണ്ടായിരുന്നു. വെട്ടിയാൽ കടയുടെ മുന്നിലോട്ട് പോകും. അവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഭയങ്കരമായിട്ട് തീയൊക്കെ കത്തിയായിരുന്നു വണ്ടിക്കകത്ത്. അപ്പം എവിടാണ് സ്ഥലം പോലും തിരിച്ചറിയാൻ പറ്റിയില്ല. ഒരുപാട് പേര് ഹോസ്പിറ്റലൊക്കെ ആയിട്ടുണ്ട്. കോൾഡ് സ്റ്റോറേജ് വണ്ടി എത്തിയോ? വലിയ വണ്ടി, കോൾഡ് സ്റ്റോറേജ് വണ്ടിയായിരുന്നു. അവൻ വന്ന് നേരെ ഇടിച്ചത്, ഡ്രൈവർ സൈഡ് ഇടിച്ച്. ഞങ്ങളൊക്കെ ബാക്കിൽ തന്നെ നമ്മളെ പ്രതീക്ഷിക്കാൻ റെഡിയാക്കിയത്. സലീം മാലിക് വിവരങ്ങൾ നൽകും കൊട്ടാരക്കരയിൽ നിന്ന്. സലീമ, ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയും ഏതൊക്കെ ആശുപത്രിയിലാണ് അവർ ചികിത്സയിലുള്ളത്? സലീം അല്പസമയത്തിനകം വിവരങ്ങൾ നൽകും. കൊല്ലം പുനലൂരിനടുത്താണ് ഈ KSRTC ബസ്സും മിനി ഫ്രീസർ വാനും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. 12ലധികം യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 2 പേരുടെ നിലയാണ് കുറച്ച് ഗൗരവമുള്ളത്. അവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റു പലരും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം അവരവരുടെ വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്തു. മഴയുണ്ടായിരുന്നു, ആ സമയത്താണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് നേരത്തെ വാഹനത്തിന്റെ ഡ്രൈവർ പറഞ്ഞത്. സലീം മാലിക് ചേരുന്നുണ്ട്. സലീം, കേൾക്കാമെങ്കിൽ ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെ, ഏതൊക്കെ ആശുപത്രിയിലാണ് അവർ ചികിത്സയിലുള്ളത്? വിജയകുമാർ, 12 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അതിൽ 2 പേർക്ക് ഒരല്പം പ്രശ്നമുണ്ട് എന്നതിനപ്പുറത്തേക്ക് മറ്റുള്ളവർക്ക് ഗുരുതരമായ പരിക്കുകൾ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ ഈ 2 പേരുടെ പരിക്കും ഈ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ആശ്വാസകരം. 2 പേരെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ബാക്കി 10 പേരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ സമയത്ത്, ഈ അപകടം നടക്കുന്ന സമയത്തൊരു JCB അതിന് മുൻപിലൂടെ പോകുന്നുണ്ടായിരുന്നു. ഈ കണ്ടെയ്നറിന് മുൻപിലൂടെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. മത്സ്യം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഫ്രീസർ കണ്ടെയ്നർ അടങ്ങിയ വാഹനമാണ് ആ വാഹനം. അത് ഈ JCB ഓവർടേക്ക് ചെയ്യുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. അതിനിടയിൽ ഈ ബസ് വരുന്ന അതേ ട്രാക്കിലേക്ക് ഈ വാഹനം കൂടി വരികയായിരുന്നു. അങ്ങനെയാണ് 2 തമ്മിൽ കൂട്ടിയിടി ഉണ്ടായത്. വലിയ കൂട്ടിയിടിയായിരുന്നു. പക്ഷേ ഈ വാഹനത്തിലുള്ളവർക്ക് കാര്യമായ പരിക്കുണ്ടായില്ല എന്നുള്ളതാണ് ആശ്വാസകരം. നാട്ടുകാർ ഉൾപ്പെടെയുള്ളവരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. വിജയകുമാർ. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത് കൊട്ടാരക്കരയിൽ നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.